ഓം ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപ ന ഗുരോരധികം ജ്ഞാനം തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവരുടെയും പേരുകൾ ആദ്യമാദ്യം വരുമല്ലോ. പ്രിയരെ, ശിവഗിരി സ്കൂളിന്റെ നിർമ്മാണത്തിനു വേണ്ട പണം സ്വരൂപിക്കുന്നതിനായി ഗുരുദേവൻ പല പ്രദേശങ്ങളും സന്ദർശിക്കുകയുണ്ടായി. ചില സ്ഥലത്ത് ഭക്തന്മാർ തന്നെ മുന്നിട്ടിറങ്ങി ധനം ശേഖരിച്ച് ശിവഗിരിയിലെത്തിക്കുമായിരുന്നു. അതുപോലെ ധനശേഖരണം നടത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ഗുരുഭക്തന്മാർ കൂടിച്ചേർന്ന് സംഭാവന നൽകുവാൻ സാമ്പത്തിക സ്ഥിതിയുള്ളവരുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റിൽ പുതുപ്പണക്കാരുടെ പേരുകളായിരുന്നു ആദ്യമാദ്യം എഴുതിയിരുന്നത്. മുൻകാലത്ത് ധനസ്ഥിതി ഉണ്ടായിരുന്നവരിൽ പലരും പിൽക്കാലത്ത് സാമ്പത്തികമായി ക്ഷയിച്ചു. അതിനാൽ അത്തരക്കാരുടെ പേരുകൾ ആ ലിസ്റ്റിൽ ചേർത്തിരുന്നത് അവസാനമായിട്ടായിരുന്നു. ആ വിവരമറിഞ്ഞപ്പോൾ അവരെല്ലാം അഭിമാനക്ഷതമേറ്റവരെ പോലെ പരാതിയുമായി രംഗത്തെത്തി. തങ്ങളെ മനഃപൂർവ്വം അവഹേളിച്ചതാണെന്നും തരം താഴ്ത്തിയതാണെന്നും പറഞ്ഞ് അവർ ആ ധനശേഖരണത്തോട് സഹകരിക്കുകയുണ്ടായില്ല. അതറിഞ്ഞ് ഗുരുദേവൻ ആ ലിസ്റ്റ് തയ്യാറാക്കിയവരെയും പരാതിക്കാരെയും ഒരു ദിവസം ആളയച്ച് ശിവഗിരിയിൽ വരുത്തിച്ചു. അങ്ങനെ ലിസ്റ്റുമായി വന്നു ചേർന്നവരും പരാതിക്കാരും ഗുരുസന്നിധിയിൽ നിന്ന് കാര്യങ്ങൾ ഉണർത്തിച്ചു. ആ തർക്കത്തിന് കാരണം ദുരഭിമാനമാണെന്ന് അറിയാമായിരുന്ന ഗുരുദേവൻ അപ്പോൾ ഇപ്രകാരം അരുളി ചെയ്തു: മേലാൽ ലിസ്റ്റ് എഴുതുമ്പോൾ പേരുകൾ ഇങ്ങനെ മേലും കീഴുമായി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു വലിയ വൃത്തം വരച്ചിട്ട് അതിന് ചുറ്റിലുമായി പേരുകൾ എഴുതാമല്ലോ. അങ്ങനെ ചെയ്താൽ അത് തിരിച്ചു തിരിച്ചു നോക്കുമ്പോൾ എല്ലാവരുടെയും പേരുകൾ ആദ്യമാദ്യം വരുമല്ലോ, പിന്നെ വഴക്കില്ലല്ലോ. അത് കേട്ട് ലിസ്റ്റ് എഴുതിയവരും പേരുകൾ താഴെയായി പോയതിൽ പരാതി പറഞ്ഞവരും ഒരുപോലെ ലജ്ജിച്ചു. അതിനുശേഷം അവർ ഇരുകൂട്ടരും ചേർന്നാണ് ധനശേഖരണം നടത്തുകയുണ്ടായത്. സ്നേഹപൂർവ്വം, എഞ്ചൻ, കയനാട്.